നിലമ്പൂർ ഇനി ആരുടെ കൈകളിലാകും എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്ന ഒരു ചോദ്യം. ഒരു നിലമ്പൂർ സ്വദേശി ആയതിനാൽ തന്നെ എന്നെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നിമിഷം തന്നെയാണ്. നിലമ്പൂരിലെ രാഷ്ട്രീയ പോരാട്ടം ആരാകും നിലമ്പൂരിനെ നയിക്കുക എന്ന ചോദ്യവും ഇന്ന് ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഈ തെരഞ്ഞെടുപ്പ് അൻവറും യു ഡി എഫും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണോ എന്നുള്ള ചോദ്യത്തിലായിരുന്നു ജനങ്ങളെങ്കിൽ ഇന്നലെ തൊട്ട് കളി മാറി മറിയുകയാണ് ചെയ്തത്. എം സ്വരാജ് CPM സ്ഥാനാർത്ഥിയാകുന്നതോടുകൂടി ത്രാസ് താഴ്ന്നു നിന്ന CPM-ന് ഒരു പടി ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. CPM-നെ സംബന്ധിച്ച് ഇപ്പോഴാണ് CPM കളത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങിയതെന്ന് തന്നെ പറയാം. അതൊരു പക്ഷേ UDF-ന് അവരുടെ ആത്മവിശ്വാസത്തിൽ വിള്ളൽ വരാൻ കാരണമായി കാണും. സ്വരാജ് എന്നത് ഇപ്പോ CPM സ്വീകരിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. നിലമ്പൂർ എന്നത് നമുക്കറിയാം ഒരു UDF-ന്റെ കേന്ദ്രമായിരുന്നു. നിലമ്പൂർ എന്നാൽ ആര്യാടൻ മുഹമ്മദിന്റെ സ്ഥലം തന്നെയായിരുന്നു. അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കാലശേഷം ഇപ്പൊ PV അൻവർ തുടർച്ചയായിട്ട് അവിടെ MLA ആയിട്ട് അവിടെ സ്ഥാനം ഉറപ്പിക്കാൻ ഉണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത് ലീഗ് UDF ഭിന്നത നിലനിന്നത് കൊണ്ടായിരുന്നു. ആര്യാടന്റെ കാലം മുതൽ ഈ ഒരു ഭിന്നത ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ കോൺഗ്രസിന് ലീഗിന്റെ വോട്ടുകൾ കിട്ടുക എന്നത് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ LDF മുതലെടുത്താണ് അവിടെ LDF-ന് സ്ഥാനം ഉറപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ UDF-ന് അതായത് ആര്യാടൻ ഷൗക്കത്തിന് മുസ്ലിം ലീഗിന്റെ പിന്തുണ ലഭിക്കാൻ പോവുകയാണ്. അതൊരു തരത്തിൽ UDF-ന് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ അൻവർ CPM-ൽ നിന്നും ഇറങ്ങി അവർക്കെതിരെ അഴിച്ചുവിട്ട പിണറായിസം പോലുള്ള ആക്ഷേപങ്ങളും എല്ലാം UDF-ന് കൂടുതൽ ആത്മവിശ്വാസത്തിലേക്കായിരുന്നു നീങ്ങിയത്. അൻവറിന്റെ പിണറായിസ ആക്ഷേപങ്ങളെ കൂടുതൽ വോട്ടുകൾ മാറി മറിയും എന്നുള്ള പ്രതീക്ഷയാണ് M സ്വരാജിലൂടെ UDF-ന് ഇല്ലാതാകാൻ പോകുന്നതും. അൻവർ തൊടുത്തുവിട്ട അമ്പ് സ്വരാജ് തടഞ്ഞു നിർത്തി LDF-നെ സംരക്ഷിക്കുമെന്ന് UDF പ്രതീക്ഷിച്ചൊരിക്കലും കാണില്ല. അതൊരു അടി തന്നെയായിരുന്നു UDF-നെ സംബന്ധിച്ച്. എന്നാൽ സ്വരാജിനെ തകർക്കാൻ UDF-ഉം അൻവറും ചേർന്ന് അമ്പ് ചെയ്താൽ ചിലപ്പോൾ തകർക്കാൻ കഴിയുമെന്ന് പലരും പ്രതീക്ഷിച്ചു, അതുപോലെ വിശ്വസിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കളിക്കളം വളരെ ശക്തമാണ്. ഈ മത്സരം സ്വരാജിന്റെയും ഷൗക്കത്തിന്റെയുമായി രണ്ട് തട്ടിലേക്ക് മാറാൻ പോവുകയാണ്. അൻവറിന്റെ നിലപാട് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട്? താൻ മത്സരിക്കാൻ ഇല്ലെന്നും UDF-ലേക്ക് ഇല്ല എന്നുള്ളത്. അതിനാൽ ത്രിമൂർത്തി മത്സരമാകുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ജനം അൻവറിന്റെ നിലപാട് കേട്ട് ശരിക്കും പറഞ്ഞാൽ ആശങ്കയിലാണ്. ഇത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടമായി മാറുകയാണ് നിലമ്പൂർ നിയോജക മണ്ഡലം. സ്വരാജിനെ CPM കളത്തിലിറക്കിയത് തന്നെ എന്തിനാണ്? വ്യക്തമായ ഒരു പ്ലാനോട് കൂടി തന്നെയാണ്. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് തന്നെ 19 വർഷത്തിന് ശേഷമാണ്. സ്വരാജിനെ സംബന്ധിച്ച് സ്വന്തം നാടായ നിലമ്പൂരിൽ ഇത് 3ാം അംഗത്തിലേക്കാണ് അദ്ദേഹം വരുന്നത്. ഇപ്പൊ സ്വരാജിനെ LDF ഇറക്കിയത് UDF-ന് ഒരു റെഡ് അലേർട്ട് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അൻവർ അവിടെ സ്വതന്ത്രനായി മത്സരിച്ചാൽ വീണ്ടും അവിടെ അൻവർ തുടരുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെ കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് വരെ. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു എലക്ഷൻ വരാൻ കാരണം ആരാണ്? അൻവറിന്റെ ഈ ഇപ്പോഴുള്ള രാജിയാണ്. CPM-ൽ നിന്നുകൊണ്ട് MLA ആയ അൻവർ ഉന്നയിച്ച പാർട്ടിക്കെതിരായ വിമർശനങ്ങൾ തന്നെയാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നതും. അത് UDF-ന് ഒരു ഡയമണ്ട് ബട്ടൺ ലഭിച്ചു എന്നായിരുന്നു UDF പ്രതീക്ഷിച്ചത്. പക്ഷേ സ്വരാജിനെ ഇറക്കിയതോടുകൂടി UDF-ന്റെ പത്തി താഴ്ന്നു എന്ന് പറയാം. അതുപോലെ തനിക്കൊരു സിറ്റിംഗ് സീറ്റ് ഇല്ലാത്ത പക്ഷം താൻ ഒരിക്കലും UDF എന്ന സംവിധാനത്തിലേക്ക് ഇല്ലെന്ന് അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും നമ്മളെല്ലാവരും കേട്ടൊരു കാര്യമാണ്. പക്ഷെ UDF-ന്റെ ഘടകകക്ഷിയാക്കി മാറ്റിയാൽ അൻവർ UDF-നെ സപ്പോർട്ട് ചെയ്യും. ഇല്ലാത്ത പക്ഷം അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുക തന്നെ ചെയ്യുമെന്നാണ് ആദ്യം എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ സാമ്പത്തികം ഇല്ലെന്ന് അൻവർ നിലപാട് ഉറപ്പിച്ചതോടെ കളി ഇപ്പൊ ആകെ മാറി. അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാട് നല്ലതാണ്. കാരണം ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ ഘടകകക്ഷിയാക്കി ചുമതലപ്പെടുത്തണമെന്നായിരുന്നു അൻവർ ആവശ്യം ഉന്നയിച്ചത്. നാളെ ഈ കേരള നിയമസഭയിൽ ജനങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കണമെങ്കിൽ തനിക്ക് അവിടെ ഒരു സിറ്റിംഗ് സീറ്റ് ഉണ്ടായേ മതിയാകൂ. UDF-ന്റെ തോറ്റ പല സീറ്റുകളും തനിക്ക് ജയിപ്പിക്കാൻ സാധിക്കുമെന്നും അൻവർ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇതൊന്നും UDF-ന് സാധിക്കാത്ത കാലം താൻ ഒരിക്കലും UDF-ലേക്ക് വരില്ല. UDF-ലേക്കുള്ള വിശ്വാസം നഷ്ടമായെന്നൊക്കെ അൻവർ പറഞ്ഞു. ഇനി അൻവർ മത്സരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക്
എം സ്വരാജിനെ പോലെ ഒരു ശക്തനായ നേതാവിനെ നേരിടാൻ UDF സാധിക്കണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അൻവറിന്റെ സഹായം UDF ആവശ്യമായിരുന്നു. പക്ഷേ UDF അൻവറിന്റെ ആവശ്യം അംഗീകരിക്കില്ല. അത് അവർ പറഞ്ഞു കഴിഞ്ഞു. UDF വിട്ടുവീഴ്ച ചെയ്താൽ ഒരുപക്ഷെ ഒരു അൻവർ സ്ഥിര അംഗഘടക കക്ഷിയായിട്ട് മാറാം. അതൊരു പക്ഷെ സ്വരാജിന് ഒരു വെല്ലുവിളിയുമായി മാറാമായിരുന്നു. പക്ഷേ സ്വതന്ത്രനായിട്ട് മത്സരിക്കാനും UDF ഇല്ലെന്നും അൻവർ നിലപാട് ഉറപ്പിച്ചതോടുകൂടി എം സ്വരാജിന് നേട്ടമാണോ നഷ്ടമാണോ എന്നുള്ളത് ഇപ്പൊ ഓർക്കേണ്ടിയിരിക്കുന്നു. കാരണം അൻവറിന് കിട്ടാനിരുന്ന വോട്ടുകൾ ഇനി UDF പോകുമോ അതോ സ്വരാജിന് പോകുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിച്ചിരുന്നുവെങ്കിൽ 3 യോദ്ധാക്കന്മാരുടെ ശക്തമായ പോരാട്ടമായി നിലമ്പൂർ മാറിയേ. പക്ഷെ ഇവിടെ പോരാട്ടം ശക്തം തന്നെയാകും. സ്വരാജും ആര്യാടനും തമ്മിലുള്ള ഒരു പോരാട്ടം. അൻവർ ഇനിയും നിലപാട് മാറ്റുമോ എന്നുള്ളതും ഒരു ചോദ്യമായിട്ട് തുടരുന്ന ഒരു കാര്യമാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ ഒരു തീരുമാനം ജനത്തിന് ഉറപ്പാക്കാം.